എൻ്റെ ജീവനുള്ള ദൈവമായ കർത്താവിൻ്റെ ഉന്നതമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ പുണ്യഭൂമിയിൽ ഈ അൾത്താരയിൽ വന്ന് രണ്ടാമതൊരു തവണ കൂടി സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോ തമ്പുരാനും കോടാനുകോടി നന്ദി ഞാൻ അർപ്പിക്കുന്നു. എൻ്റെ പേര് ലതാ ഉണ്ണികൃഷ്ണൻ. ഞാൻ കൊല്ലം ജില്ലയിൽ അഞ്ചൽ എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. 2023 ജൂൺ മാസം 18-ാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. എൻ്റെ മകനിലൂടെയാണ് ഞാനിവിടെ എത്തുന്നത്. ഇപ്പോൾ ഞാൻ 7ാമത്തെ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത്. ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ ഞാൻ ആദ്യ സാക്ഷ്യം ഞാൻ പറഞ്ഞിരുന്നു. ഈ 7ാമത്തെ ഉടമ്പടിയിൽ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടുള്ളൊരു നിയോഗമാണ് ഞാൻ ആദ്യമായിട്ട് വെച്ചിരുന്നത് ഉടമ്പടി പുതുക്കിയപ്പം. അതായത് പുള്ളിക്ക് ഏജ് ഓവറായതിൻ്റെ ആ ഒരു പ്രശ്നം കാരണം വീണ്ടും നാട്ടിൽ വന്നിട്ട് ജോലി ചെയ്തിരുന്ന കമ്പനിയിലേക്ക് തിരിച്ചു പോകാൻ കഴിയാതെ വന്നിട്ട് 6 മാസത്തോളം നാട്ടിൽ നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യം വന്നു. പുള്ളി പക്ഷേ കഴിഞ്ഞ ഡിസംബറിൽ ലീവിന് നാട്ടിലേക്ക് കമ്പനി റിസൈൻ അടിച്ച് വിട്ട സമയത്ത് പുള്ളിയെ കൊണ്ട് ഞാൻ ഉടനെ തന്നെ ഞാനങ്ങ് ഉടമ്പടി എടുപ്പിച്ചിരുന്നു. ഇപ്പോൾ ആദ്യത്തെ പുതുക്കലിലാണ് പുള്ളി നിൽക്കുന്നത്. പ്രാർത്ഥനയും കാര്യങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ എല്ലാം ഉണ്ട്. പിന്നെ ഈ കഴിഞ്ഞ തവണ ജോലി ചെയ്ത കമ്പനിയിലേക്ക് 2 പ്രാവശ്യം ഇൻ്റർവ്യൂവിന് വിളിച്ചിരുന്നു. ഇൻ്റർവ്യൂ പാസ്സാവും, മെഡിക്കലും കഴിഞ്ഞിരുന്നു ഒരു തവണ. പക്ഷേ വിസ അടിക്കുന്ന ആ ഒരു സമയം വരുമ്പോൾ 2 തവണ റിജക്ഷനായി. അപ്പോൾ ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞിരുന്നു നമുക്ക് കൃപാസനത്തിൽ പോകണം. ഞാൻ അങ്ങനെ ഈ കഴിഞ്ഞ മെയ് മാസം പുള്ളിയും കൂട്ടി ഇവിടെ വന്നു. ഞാൻ പറഞ്ഞു നമുക്ക് അച്ഛനെ ഒന്ന് കാണാം. എൻ്റെ 7ാമത്തെ ഉടമ്പടി പുതുക്കലും അങ്ങ് നടക്കും. അപ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കാനായിട്ട് കയറിപ്പോയി. അപ്പോൾ എനിക്ക് കാണാം പുള്ളി ഇൻ്റർവ്യൂവിന് പോകുന്ന ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വീണ്ടും വിസ റിജക്ഷനാണ് വന്നിരിക്കുന്നത്, നിങ്ങൾ ഖത്തറിലേക്ക് വിളിച്ചിട്ട് അതിൻ്റെ കാരണം എന്താണെന്നറിയാൻ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഫോണ് അന്നൊരു ദിവസമുണ്ട് ഒരു കാരണവശാലും നെറ്റ് ഓണാവത്തില്ല, ഫോൺ ചത്തിരിക്കുക. കാരണം അങ്ങനെ വന്നാലെ കൊണ്ട് പുള്ളി കമ്പനിയിലെ ഓഫീസർമാരെയൊക്കെ വിളിച്ച് ചിലപ്പോൾ അത് സ്വാധീനിക്കുകയോ അല്ലെങ്കിൽ കാരണം എന്താണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ അങ്ങ് പോകുമായിരുന്നു. ഞാൻ പറഞ്ഞ് ഞാൻ ഉടമ്പടി പുതുക്കി കഴിഞ്ഞിട്ട് വരട്ടെ, നമുക്ക് അച്ഛനെ കാണാം, ബഹുമാനപ്പെട്ട അച്ഛനെ കാണാമെന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങി വന്നു, ടോക്കൺ കിട്ടി. പുള്ളി എപ്പോഴും ആദ്യത്തെ ഉടമ്പടി പുതുക്കി ഇങ്ങനെ നിൽക്കുവാണ്. അൾത്താരയിൽ വന്നു, അച്ഛൻ ബ്ലസ് ചെയ്തു. ഉടമ്പടി അച്ഛനൊരു വഞ്ചരിച്ച കാശ് രൂപം കൊടുത്തു. അപ്പോൾ ഇതും മേടിച്ചു. ഞങ്ങൾ 2 പേരും കൂടി പുറത്തോട്ട് നിൽക്കുന്നു. അപ്പോഴും പുള്ളിയുടെ ഫോണിൽ നെറ്റ് ഓണാവത്തില്ല. ഓണായി കഴിഞ്ഞാൽ ഗൾഫിലോട്ട് കിടന്ന് വിളിക്കും. പക്ഷേ ഒരു 2 മണിക്കൂറിനകം ഉണ്ട് അത്ഭുതകരമാവണ്ണം ഒരു കോള് വന്നിട്ട്, അത് കോള് വന്നത് പുള്ളിയുടെ ഫോണിലോട്ട് ഈ വിളിച്ചയാൾ വിളിച്ചാൽ പുള്ളിയുടെ ഫോണിൽ കിട്ടത്തുമില്ല. പക്ഷേ എൻ്റെ മകനിലൂടെയൊക്കെ വിളിച്ച് വന്നു. പെട്ടെന്ന് പുള്ളിക്കാരൻ CV അയക്കുന്നു. CV സെലക്റ്റായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സത്യം പറയാമെങ്കിൽ സന്തോഷത്തോടെ ഞങ്ങളിവിടുന്ന് ഒന്ന് പോകുന്നു. CV സെലക്ട് ആയിട്ടുണ്ട്. പിന്നെ അച്ഛനാണല്ലോ ബ്ലസ് ചെയ്ത് വിട്ടേക്കുന്നത്, എങ്ങനെയായാലും അത് നടക്കും എന്നുള്ള പരിപൂർണമായ വിശ്വാസമുണ്ട് ഞങ്ങൾക്ക്. വീട്ടിൽ ചെല്ലുന്നു, പ്രാർത്ഥനകളെല്ലാം മുടക്കാതെ ചെയ്യുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമൊക്കെ നല്ലതുപോലെ ഞാൻ ചെയ്യും. കാരുണ്യ പ്രവർത്തനം അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് ദിവസം അങ്ങോട്ട് പോയപ്പോഴത്തേക്കുണ്ട് ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്. അത് മറ്റൊരു രാജ്യത്തേക്കായിരുന്നു, കുവൈറ്റിലേക്കായിരുന്നു. ഭയങ്കര സന്തോഷം. എന്നിരുന്നാലും അവിടെ ഒരു കടമ്പയുണ്ട്, മെഡിക്കലുണ്ട്. പിന്നെ കുവൈറ്റ് ക്ലയൻറ്റ് ഇൻ്റർവ്യൂ ഉണ്ട്. അതൊക്കെ ടഫാന്ന് പറയുന്ന കേട്ടു. എന്തായാലും ഇൻ്റർവ്യൂവിന് പോയി, അതും സെലക്റ്റായി.
കാശുരൂപം കൊണ്ടുപോയി. വിശ്വാസ പ്രമാണം കാണാതെ പഠിച്ചിട്ടുണ്ട് ആൾ. പിന്നെ ഇൻ്റർവ്യൂവിന് കയറുന്നതിന് മുന്നേ ഉപ്പ്, അത് ഭയങ്കര അത്ഭുതമാണ്. ഉപ്പിട്ട് പ്രാർത്ഥിച്ചു ചെന്നിരിക്കുന്നു. അതും പാസ്സായിട്ട് വീട്ടിൽ വന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും മെഡിക്കലിൻ്റെ ഒരു സെക്ഷൻ കിടക്കുകയാണ്. മെഡിക്കലും പുള്ളിക്കാരൻ പോയി. അതായത് പുള്ളിക്ക് ഡയബറ്റീസ് ഉണ്ട്. ഒരു പേടിയുണ്ട്. 2 ദിവസം മുമ്പിട്ട് ചെക്ക് ചെയ്തപ്പോൾ 230 കാണിച്ചത്. എന്നിരുന്നാലും തലേന്ന് ഞാനൊരു കാര്യം ചെയ്തു. ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഉടമ്പടി 1 തുള്ളി തൈലവും ഉപ്പും കൂടി വെള്ളത്തിലിട്ടിട്ട് ഒരു 2-3 തവണ ഞാനെല്ലാം മെഡിസിൻ കഴിക്കുന്നത് കണക്ക് പുള്ളിക്ക് ഞാൻ കൊടുക്കുമായിരുന്നു. എന്തുമായാലും പിറ്റേന്ന് രാവിലെ പുള്ളിക്കാരൻ എറണാകുളത്ത് വെച്ചായിരുന്നു, മെഡിക്കൽ ചെക്കപ്പിന് വരുന്നു. അതും കറക്റ്റായി. അതും പരിശുദ്ധ അമ്മ പാസ്സാക്കി കൊടുത്തു. വീട്ടിൽ വരുന്നു. ഇന്നലെ വൈകിട്ട് കാണാം. അപ്പോൾ ഇതിനിടയിൽ ഒരു കാര്യം പറയാനുള്ളത്, ഈ പത്രവുമായിട്ട് പ്രേക്ഷിത വേലയ്ക്ക് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പത്രം പ്രേക്ഷിത പ്രവർത്തനം നടത്താൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അങ്ങനെ ഞാനിങ്ങനെ പത്രം ഇങ്ങനെ വേണ്ടുന്നവർക്കേ കൊടുക്കത്തുള്ളൂ. തമ്പുരാൻ അത് അർഹതയുള്ളവരെ എൻ്റെ കണ്ണു മുമ്പിൽ കാണിച്ചു തരും. അപ്പം വൈകുന്നേരം ഒരു 7 മണി കഴിഞ്ഞൊരു സമയമായിരുന്നു. ചാറ്റൽ മഴയുണ്ട്. അപ്പം കാണാം എൻ്റെ ഫോണിലേക്ക് പുള്ളി അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ നമ്പർ. ഏത് എയർപോർട്ട് വേണമെന്നും പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. അമ്മ ചെയ്യുന്നൊരു അത്ഭുതമാണ്. ഉടനെ ഞാൻ ഹസ്ബൻഡിൻ്റെ നമ്പർ കൊടുത്തു. ഹസ്ബൻഡുമായിട്ട് സംസാരിച്ചു. എന്തായാലും ഇന്നലെ വൈകിട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് പോകാനായിട്ട് ടിക്കറ്റ് വരുന്നു. ഇന്ന് പുള്ളിക്കാരൻ എറണാകുളത്ത് പോയി ടിക്കറ്റ് മേടിച്ചുകൊണ്ട് വന്ന് നാളെ രാത്രി 9:50 പുള്ളി പോവുകയാണ്. അതായത് പുള്ളിയും പ്രതീക്ഷിക്കാത്ത ഇതുവരെ, അതായത് ഏതാണ്ട് 20 വയസ്സ് കഴിഞ്ഞപ്പം തൊട്ട് ഗൾഫിൽ പോകുന്ന ആളാണ്. എൻ്റെ കൂടെ വന്നിട്ട് 22 വർഷമാവുന്നു. ഈ 22 വർഷം എന്താ പറയുന്നത്, 55,000 രൂപ വന്നാലും തികയാത്തൊരു സാഹചര്യമായിരുന്നു വീട്ടിൽ. അമ്മ ഇതെല്ലാം കണ്ട അമ്മ കൈ നിറയെ അനുഗ്രഹിച്ചാണ് കൊടുത്തേക്കുന്നത്. പുള്ളിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ നൽകിയ മാതാവിനും തിരുക്കുമാരനും കൂടാനുകൂടി നന്ദി പറയുന്നു. ഞാനിങ്ങനെ 7ാമത്തെ ഉടമ്പടി പുതുക്കലിന് ഞാനിങ്ങനെ എഴുതിയിരുന്നു, അമ്മേ 2 അറ്റവും ചേർത്ത് പിടിക്കാനൊക്കെ ഉണ്ട്, അമ്മേ ഒരു വിസ പേപ്പർ തരണേന്ന് ഞാനിങ്ങനെ പറഞ്ഞിരുന്നു. കാരണം ഗൾഫുകാരൊക്കെ ഉള്ള വീട്ടിലുള്ള അമ്മമാർക്കറിയായിരിക്കാം, ഒരു ശമ്പളം കൊണ്ട് പോകുന്നത് 2 കുട്ടികളുടെ വിദ്യാഭ്യാസം, അതിൻ്റെ ഇടയിൽ രോഗങ്ങളും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നിനും തികയത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എൻ്റെ അമ്മ ഏതങ്ങ് കേട്ടു. കാരണം ഞാൻ ആദ്യ ഉടമ്പടി തൊട്ട് ഞാനിങ്ങനെ പറയുന്നുണ്ട്, അമ്മേ ഒത്തിരി പാടുപെടുന്നുണ്ട്. പിന്നെ എൻ്റെ ഈ ഉടമ്പടി ജീവിതത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ ഭയങ്കര സഹനങ്ങളായിരുന്നു. ആദ്യം എനിക്ക് വാരിക്കോരി സാക്ഷ്യം പറയാനൊക്കെ കൊണ്ട് അമ്മ എന്നെ അനുഗ്രഹിച്ചു. പക്ഷേ പിന്നെ ഞാൻ കളഞ്ഞിട്ട് പോകത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ശരിക്കും ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ് എൻ്റെ അമ്മയുടെ ആ ഒരു ശക്തി. ഇനി എനിക്ക് എന്തെല്ലാം സഹനങ്ങൾ തന്നാലും ഞാൻ പോകത്തില്ലെന്ന് തന്നെ എൻ്റെ ഒരു ജീവിതം അങ്ങനത്തെ ആയിരുന്നു. എന്തായാലും അമ്മ ഞാൻ ആ 7ാമത്തെ ഉടമ്പടിയിൽ 2ാമത് എഴുതിയ നിയോഗം എൻ്റെ അമ്മ ഏറ്റെടുത്തു. എൻ്റെ കുടുംബത്തിൻ്റെ കണ്ണുനീര്, ഞങ്ങളുടെ ആ ഒരു സങ്കടം അമ്മ കണ്ട് ഞങ്ങളെ നന്നായിട്ട് അനുഗ്രഹിച്ചു. പിന്നെ 5ാമത്തെ ഉടമ്പടിയിൽ ഇരിക്കുന്ന സമയത്ത് എനിക്കൊരു രോഗസൗഖ്യം കിട്ടി. അതായത് എൻ്റെ വലത് കണ്ണിൽ ഒരു സിസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ അത് കണ്ടതിന് ശേഷം ഒരു കണ്ണ് ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത് കുറച്ച് മരുന്ന് നമുക്ക് ഒഴിച്ച് നോക്കാം, ഒരു 6 മാസത്തേക്ക് തന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ചെല്ലാൻ പറഞ്ഞു. ഞാൻ വീണ്ടും ചെന്നു. എനിക്കങ്ങനെ മരുന്നുകളൊന്നും കഴിക്കുന്നതിനൊന്നും എനിക്കിഷ്ടമുള്ള കാര്യമല്ല. കാരണം ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് ഉടമ്പടി ഉപ്പ്, ഉടമ്പടി തൈലം, ഇതൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്.
അതിലൂടെ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ 6 മാസം കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞിരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു, എനിക്ക് പത്രം ഇങ്ങനെ കൊടുക്കുന്നതിലൂടെ ഭയങ്കര അത്ഭുതങ്ങളാണ് മാതാവ് തരുന്നത്. ഞാൻ വിചാരിച്ചു ഒരു 10 കെട്ട് പത്രം ഇവിടെ വന്ന് മേടിച്ചു. ഞാനിങ്ങനെ ഈ അമ്മയുടെ മുമ്പിൽ നിന്ന് ഞാൻ തുടങ്ങും. പത്രം കൊടുക്കുന്ന മാത്രമല്ല, എനിക്ക് കിട്ടിയ ആദ്യം ഞാൻ പറഞ്ഞ സാക്ഷ്യവും അനുഭവങ്ങളും എല്ലാം പറഞ്ഞ് ഞാനിങ്ങനെ പോവും. വീട്ടിൽ ചെല്ലുമ്പോൾ 9:30 ആവും രാത്രിയിൽ. അങ്ങനെ എന്തായാലും ഈ പത്രം എല്ലാം കൊടുത്ത് തീർന്നില്ല. ഒരു 10 പത്രം ഞാൻ എൻ്റെ കയ്യിൽ ബാക്കി വെച്ചിരുന്നു. ഡോക്ടറെ കാണുന്നതിന് മുമ്പിട്ട് ഈ 10 പത്രം ഞാനങ്ങ് ബാഗിൽ വെച്ചിട്ടാണ്. അപ്പോൾ പുള്ളിക്കാരത്തി 2 മെഷീനുണ്ട്. 2ാമത്തെ മെഷീനിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, ഇതെന്ത് പറ്റി, ഇത് സർജറി ഒന്നും വേണ്ടല്ലോ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഒന്നും പറയാൻ പോയില്ല. കാരണം ആദ്യമായിട്ട് ഞാൻ കണ്ണിങ്ങനെ കാണിക്കാൻ വന്ന സമയത്ത് എൻ്റെ കയ്യിലിരുന്നൊരു പത്രം എടുത്ത് ഞാൻ ഡോക്ടറുടെ കയ്യിലോട്ട് കൊടുത്തപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു തട്ടുപ്പാണെന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്കതുകൊണ്ട് വേറൊന്നും സംസാരിക്കാൻ തോന്നിയില്ല. എന്തായാലും എൻ്റെ കണ്ണിലെ ആ ഒരു സിസ്റ്റ് കത്തി വയ്ക്കാതെ തന്നെ എൻ്റെ പരിശുദ്ധ അമ്മ എന്നെ സൗഖ്യപ്പെടുത്തി തന്നു, പരിപൂർണമായിട്ട് എനിക്ക് മാറ്റിത്തന്നു. പിന്നെ അതിനകത്ത് വന്ന വേറൊരു അത്ഭുതം എന്ന് പറഞ്ഞത്, ഈ ഡോക്ടർ എന്നോട് പറയുക, സർജറി വേണ്ട, മരുന്ന് വേണ്ട, ഒന്നും വേണ്ട, പക്ഷേ ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നിങ്ങൾ കണ്ണൊന്ന് വാഷ് ചെയ്യണമെന്നിങ്ങനെ പറഞ്ഞ്. അതൊരു വലിയൊരു സന്തോഷമായി. കാരണം നമ്മുടെ ഉപ്പ് നമ്മുടെ കയ്യിലിരിക്കുമല്ലയോ. അത് വലിയൊരു അത്ഭുതമായിട്ട് തോന്നി. ആ ഒരു രോഗസൗഖ്യം തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി ഞാൻ അർപ്പിക്കുന്നു. അതുപോലെ എൻ്റെ ജീവിത പങ്കാളിക്ക് കുവൈറ്റിലേക്ക് കൊടുത്ത വിസ തന്ന് അനുഗ്രഹിച്ചതിനും എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മ മാതാവിനും കോടാനുകോടി നന്ദി ഞാൻ അർപ്പിക്കുന്നു. പിന്നെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ചൊവ്വാഴ്ച കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ചൊവ്വാഴ്ച വരെ ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കും. അതങ്ങനെ ഒരു രീതിയാണ്. അതങ്ങനെ അനുഗ്രഹിച്ച് കിട്ടിയേക്കും അത്. അപ്പോൾ ലൈവായിട്ട് ഉടമ്പടി ധ്യാനത്തിൽ ഇങ്ങനെ ഇരുന്ന സമയത്തുണ്ട് എനിക്കൊരു അലർജി ഉണ്ടായിരുന്നു, കയ്യിൽ സോപ്പുകളുടെയൊക്കെ ആയിരുന്നു. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ദൈവമേ ഈ ലൈവ് ഉടമ്പടി ധ്യാനത്തിൽ ഓരോരുത്തർ സൗഖ്യത്തെക്കുറിച്ചൊക്കെ പറയുന്നു, എനിക്കും കൂടി അങ്ങനെ ഒന്ന് സൂക്ഷ്മം പോലെ ഞാൻ ആഗ്രഹിച്ചിരുന്ന് ധ്യാനം കണ്ടു. എനിക്ക് ആ ഒരു സൗഖ്യം കിട്ടി. പിന്നെ ഇതുവരെ എനിക്ക് പിന്നെ ആ ഒരു അസുഖം വന്നിട്ടില്ല. അങ്ങനെ ഒരു സൗഖ്യം എനിക്ക് കിട്ടി. അതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോ അപ്പായ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. പിന്നെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങളാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇവിടെ എല്ലാവരും ഇത് പറയുമല്ലോ. നമുക്ക് സമയക്കുറവുകൾ കൊണ്ട് നമ്മളതെല്ലാം പറയാൻ നിൽക്കുന്നില്ല, ചുരുക്കി പറയുകയാണ്. പ്രേക്ഷിത വേല, പത്രം, ഞാൻ പറഞ്ഞില്ല, ഒരു വല്ലാത്തൊരു ഹരമാണ്. തമ്പുരാൻ ചിലപ്പോൾ ആളുകൾക്കൊക്കെ മുമ്പിൽ നിന്ന് കുറേ നേരം സംസാരിക്കാനാണ് അങ്ങ് അനുഗ്രഹം തരുന്നത്. ഒരു വൈകുന്നേര സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓഫീസൊക്കെ വിട്ടു പോകുന്ന സ്റ്റാഫുകൾ നമ്മുടെ കൂടെ നിന്ന് സംസാരിക്കും, നമ്മുടെ കൂടെ ഇങ്ങനെ. വലിയ സന്തോഷമാണത്. പിന്നെ എൻ്റെ മകന് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, ഒരു വെളുത്ത സ്പോട്ട് പോലെ. അപ്പോൾ എന്നോട് പറയും, അവൻ ഉടമ്പടിയിലാണ്, ഞാൻ ഉടമ്പടിയിലാണ്, ഹസ്ബൻഡ് ഉടമ്പടിയിലാണ്, ഞങ്ങൾ 3 പേര് ഉടമ്പടിയിലാണ്. അതായത് ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ കുഞ്ഞിന് ഞാനത് പുരട്ടി കൊടുത്തു. എൻ്റെ കുഞ്ഞിന് അതിൻ്റെ സൗഖ്യം കിട്ടി. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, രാത്രി 9 മണി കഴിഞ്ഞപ്പം പോലും എന്നെ വന്ന് വിളിച്ചിട്ടുണ്ട്, ഒരു ശകലം ഉടമ്പടി തൈലം പുരട്ടാനെ കൊണ്ട് വരുമോയെന്ന്. അങ്ങനെയൊക്കെയുള്ള കൃപ മാതാവ് തന്നിട്ടുണ്ട്. ഒത്തിരി കൃപ തന്നിട്ടുണ്ട്. പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാലെ കൊണ്ട് ആർക്ക് പ്രാർത്ഥിച്ചൊരു തൈലം ഇട്ട് കൊടുത്താലും അതിനൊരു ഫലം കിട്ടുന്നുണ്ട്. പിന്നെ പത്രം കൊടുക്കുന്നത് നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. റോഡിലിറങ്ങും, ഇന്നടമൊന്നുമില്ല, എല്ലാവർക്കും ചോദിച്ചിട്ട് വേണ്ടാത്തവർക്ക് എങ്ങനെ അടിച്ചേൽപ്പിക്കത്തൊന്നുമില്ല. ഒരു തവണ ഇങ്ങനെ മഴയത്ത് പത്രം കൊടുക്കാനായിട്ട് നടന്ന സമയത്ത് ഞാനിങ്ങനെ ബസ്സിൽ കയറും. ഭയങ്കര മഴയാണ്. ഉച്ച കഴിഞ്ഞിട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ വീട്ടിൽ നിന്ന്. ഞാനിങ്ങനെ കൊടുക്കുന്ന സമയത്തുണ്ട് ഒരു മകൾ വന്ന് എൻ്റെ കൈക്ക് പിടിച്ചിട്ട്, ആൻറ്റി ഇങ്ങോട്ട് വന്നേ, ഈ പത്രം നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട്, എനിക്കറിയത്തൊന്നുമില്ല. ഒരു പക്ഷേ ഞാൻ ആ മഴയൊക്കെ നനഞ്ഞ് ഒരു 1.5 കിലോമീറ്ററൊക്കെ നടന്നിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ ബസ് കയറി പോകാറുള്ളത്. അതുവരെ ഇങ്ങനെ നടക്കും. ഞാൻ പത്രം കൊടുത്ത് ഞാനിങ്ങനെ പെട്ടെന്ന് തന്നെ എൻ്റെ കൈക്ക് പിടിച്ച് എന്നെ എന്താ പറയുന്നത്, നിമിഷ നേരം കൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പം 10 കെട്ടായിരിക്കും, ചിലപ്പോൾ 5 കെട്ടായിരിക്കും, ചിലപ്പം 11 ആയിരിക്കും, ചിലപ്പോൾ 6 ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കും എൻ്റെ കയ്യിൽ പത്രമുള്ളത്. ആ മകൾ കൂടി ഓടി നടന്നു, എനിക്ക് ഒരു പരിചയമില്ല, ഓടി നടന്ന്
ആ കുഞ്ഞുകൂടി പത്രങ്ങളൊക്കെ വേണ്ടുന്നവർക്ക് മാത്രം. ഭയങ്കര ഒരു സ്പീഡായിരുന്നു അത്. എനിക്ക് ഭയങ്കര അത്ഭുതമായി അത്. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ കൊണ്ട് എന്താ പറയുന്നത്, അനാഥാലയത്തിൽ ഞങ്ങൾ കുടുംബമായിട്ട് പോകുമായിരുന്നു. അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഒരു 7:30 ആകുമ്പോഴത്തേക്കൊക്കെ എല്ലാവരെയും കുളിപ്പിച്ച് എടുത്ത് കാര്യങ്ങളെല്ലാം അങ്ങ് നടന്നു കഴിയും. നമ്മൾ ചെല്ലുമ്പോൾ അവരെ ഒന്ന് കുളിപ്പിക്കാനോ എടുക്കാനോ ഒന്നും നമുക്ക് കിട്ടത്തില്ല. നമ്മൾ അങ്ങനെ ആഗ്രഹിച്ചാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മേ എനിക്കൊരു അമ്മേനെ തരണേ. എനിക്ക് 81 വയസ്സുള്ളൊരു അമ്മേനെ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു, എനിക്ക് കിട്ടി. 7 വർഷം കൊണ്ട് കിടക്കുന്നതാണ്. ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ചെന്ന് കുളിപ്പിക്കും. ആദ്യമായിട്ട് ഞാൻ ആ ഭവനത്തിലേക്ക് കടന്നു ചെന്നപ്പം എൻ്റെ കൈ നിറഞ്ഞിരിക്കുന്ന ഒരു ബൈബിളാണ് എനിക്ക് എടുത്ത് തരുന്നത്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പം ആരുമില്ല, ഒരു മകനാണ് നോക്കുന്നത്. അത് മടുത്തു, ആ മകൻ മടുത്തു. ഒരു പാവപ്പെട്ട കുടുംബത്തിലെയാണ്, ഒന്നുമില്ല. ഞാൻ അവിടെ ഇങ്ങനെ നോക്കും, അവിടെ എന്താണ് കുറവെന്ന് ഞാൻ നോക്കും. എന്നെ കൊണ്ട് ഒക്കുന്നതെല്ലാം ഞാൻ മേടിച്ച് കൂട്ടി കൊടുക്കും. അത് കഴിഞ്ഞിട്ട് വലിയ വലിയ ചിലവുകൾ വരുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ അലിവുള്ള മനുഷ്യരുടെ മുമ്പിലേ നമുക്ക് പോയി പറയാൻ പറ്റത്തുള്ളൂ. അവരോട് ചെന്ന് പറയും. അവർ വന്ന് ലൈവ് അത് കാണും. കട്ടിലാണോ, ബെഡാണോ, പിന്നെ മോഷനൊക്കെ പോകാനൊക്കെ ഉള്ള ചെയറാണോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അവർ മേടിച്ച് കൊടുക്കും. പിന്നെ ലയൺസ് ക്ലബിലൊക്കെ അപേക്ഷ കൊടുത്തിട്ട് ക്യാൻസർ പേഷ്യൻറ്റിനൊക്കെ പൈസ അവിടുന്ന് പിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കാരുണ്യ പ്രവർത്തനം ഇങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പൊതിച്ചോറ് കൃത്യമായിട്ടും കൊണ്ടുപോകുമായിരുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശോ തമ്പുരാനും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ഇവിടെ നിർത്തുന്നു. 105 സങ്കീർത്തനം 43-44 തിരുവചനം പറയുന്നു, അവിടുന്ന് തൻ്റെ ജനത്തെ സന്തോഷത്തോടെ, തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഗാനാലാപനത്തോടെ നയിച്ചു. അവിടുന്ന് ജനതകളുടെ ദേശങ്ങൾ അവർക്ക് നൽകി. ലത ഉണ്ണികൃഷ്ണൻ ഇവിടെ വന്ന് തൻ്റെ കുടുംബത്തോടൊപ്പം പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റു പറയുകയായിരുന്നു. താൻ 7ാമത്തെ ഉടമ്പടി പുതുക്കലിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. ഹസ്ബൻഡ് തൻ്റെ ആദ്യത്തെ പുതുക്കൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹസ്ബൻഡിൻ്റെ ജോലി നഷ്ടപ്പെട്ടൊരു സ്ഥിതിയിൽ വളരെ തകർന്ന ഹൃദയത്തോടെ അവരിവിടെ വന്ന് പ്രാർത്ഥിക്കുകയും തനിക്ക് ജോലി ഓഫർ കിട്ടിയ വലിയ മനോഹരമായ വിവരണം നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഉടമ്പടി എടുത്ത് 2 മണിക്കൂറിന് ശേഷം ഇവിടെ തന്നെ വെച്ചാണ് അദ്ദേഹത്തിനുള്ള കോൾ വരുന്നത്. പരിശുദ്ധ അമ്മ നമ്മെ ഓരോരുത്തരെയും അമ്മയുടെ നീല അങ്കിക്കുള്ളിൽ സംരക്ഷിക്കുന്നു. നാം വിളിക്കുമ്പോൾ നമ്മുടെ വിളിപ്പുറത്ത് അമ്മ വരുന്നു, ഈശോയിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചു തരുന്നു എന്നുള്ളതിനൊക്കെ വലിയ തെളിവാണ് ഈ കൃപാസനം പരിശുദ്ധ ആലയത്തിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും. തൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി ആ ജോലി ഓഫർ ലഭിക്കാൻ വേണ്ടി സഹോദരി ചെയ്തത് തനിക്കുള്ള ഏറ്റവും വലിയ ട്രീറ്റ്മെൻറ്റ്, എല്ലാ കാര്യത്തിനും, ഭൗതിക കാര്യത്തിനും രോഗകാര്യത്തിനും ജോലിക്കാര്യത്തിനും എല്ലാത്തിനും തൻ്റെ ട്രീറ്റ്മെൻറ്റ് കൃപാസന പത്രമാണ്. അത് പല കെട്ടുകളായി ഇവിടെ നിന്ന് വാങ്ങി പുറത്തുള്ളവർക്ക് വളരെ സന്തോഷത്തോടു കൂടി കുരിശു വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലിയോ എല്ലാവർക്കും വിതരണം ചെയ്യലാണ് തൻ്റെ ഏറ്റവും വലിയ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായി. തനിക്കുള്ള റെമഡി അതാണ്. താനിത് ചെയ്തു കഴിഞ്ഞാൽ, ഈശോയെ മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആവശ്യമുള്ളതെല്ലാം പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് പ്രാപിച്ചു തരുമെന്നുള്ള വലിയ വിശ്വാസ പ്രഖ്യാപനമാണ് ലത ഇവിടെ ചെയ്തത്. അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ ആഗ്രഹിച്ചതുപോലെ അവരാഗ്രഹിക്കുന്നതിലപ്പുറം അവർ പ്രാർത്ഥിച്ചതാണ്, ഞങ്ങളുടെ ജീവിത വ്യഥകളുടെ 2 അറ്റം കൂട്ടിമുട്ടാൻ ഞങ്ങൾക്കൊരു 5 രൂപ പോരാ, അതിൽ ഞങ്ങൾക്കൊരാവശ്യമായ ധനസഹായം അമ്മ തരണം എന്ന ലതയുടെ പ്രാർത്ഥന ഉണ്ണികൃഷ്ണനിലൂടെ സാധ്യമാവുകയായിരുന്നു. താൻ ആഗ്രഹിച്ചതിലപ്പുറം പരിശുദ്ധ അമ്മ അവർക്ക് ആഗ്രഹിച്ച് നൽകുകയായിരുന്നു. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. അദ്ദേഹം നാളെ ഇവിടുന്ന്, ഇന്നലെയാണ് അദ്ദേഹത്തിന് വിസ ഡിസ്പാച്ച് ചെയ്ത് കയ്യിൽ കിട്ടിയത്. ഇന്നവരിവിടെ വന്ന് പരിശുദ്ധ അമ്മയോട് ഈശോയോട് നന്ദി പറയുന്നു. നാളെ ഉണ്ണികൃഷ്ണൻ ഇവിടെ നിന്ന് ഗൾഫിലേക്ക് പോവുകയാണ്, ജോലിയായി പോവുകയാണ്. ഇതിലേറ്റവും മനോഹരമായത് ഓവറേജായി കമ്പനി കൈവെടിഞ്ഞതാണ്. പക്ഷേ അമ്മ അദ്ദേഹത്തിനൊരു ജോലി ഒരുക്കി വച്ചിരിക്കുന്നു. മികച്ചതാണ്, മികച്ച വീഞ്ഞാണ് ഈശോ കാനായിൽ ഒരുക്കിയത്. അത്ഭുതം പ്രവർത്തിച്ച്
മികച്ച വീഞ്ഞ് അവർക്ക് നൽകിയെന്നാണ് പറയുന്നത്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഈശോ നമുക്ക് തരുന്നത് എപ്പോഴും ഒരു മികച്ച ജോലിയായിരിക്കും, മികച്ച സൗഖ്യമായിരിക്കും, മികച്ച അത്ഭുതങ്ങളായിരിക്കും നമുക്ക് വേണ്ടി പരിശുദ്ധ അമ്മ യേശുവിൽ നിന്നും പ്രാപിച്ചു തരുന്നത്. അതുപോലെ തന്നെ ലതയുടെ കണ്ണിലുണ്ടായ സിസ്റ്റ് പ്രകാരം സൗഖ്യപ്പെട്ടു. തൻ്റെ അമ്മയുടെ ആ കൃപാസന പത്രം ഡോക്ടറെ കാണിക്കാൻ പോലും താൻ മടിച്ചില്ല. അവരെല്ലാം ഇതൊരു തട്ടിപ്പാണെന്ന് പറഞ്ഞപ്പോൾ തനിക്ക് അതൊരു സാക്ഷ്യം പറയാനുള്ള വേദിയായിട്ടാണ് ഈ അമ്മ അതിനെ കണ്ടത്. മകൻ്റെ അലർജി ആയാലും തനിക്ക് എല്ലാത്തിനുമുള്ള മരുന്ന് ഇവിടുത്തെ തൈലവും ഉപ്പുമാണെന്ന് എല്ലായിടത്തും താൻ പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങളിലെല്ലാം തൻ്റെ സാധ്യതകൾ കുറവാണെങ്കിൽ ലയൺസ് ക്ലബിനെയും അതുപോലെയുള്ള മറ്റ് അസോസിയേഷൻസ് കണ്ടുപിടിച്ച് പാവപ്പെട്ടവരെ, ക്യാൻസർ പേഷ്യൻസിനെ സഹായിക്കാനും മറ്റു സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാനൊക്കെയുള്ള സാധ്യതകൾ കണ്ടുപിടിച്ച് അവരെ സ്നേഹത്തിലേക്കും സൗഖ്യത്തിലേക്കും എത്തിക്കുന്ന ഒരു വലിയ ജീവിത പദ്ധതിയെ ഇന്ന് ഉടമ്പടി വഴിയായി ലതയും ഉണ്ണികൃഷ്ണനെ ഏറ്റെടുത്തിരിക്കുകയാണ്. മകനും ഉടമ്പടിയെടുത്ത് സ്വീകരിച്ച് ജീവിതം ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെ ഉടമ്പടിയിലായിരിക്കുന്ന കുടുംബത്തിനെ എന്ത് തകർച്ചകളും അത് വളരെ മനോഹരമായി വീരോചിതമായി അവർക്ക് ഫേസ് ചെയ്യാനും അഭിമുഖീകരിക്കാനും സാധിക്കുമെന്നാണ് ഓരോ സാക്ഷ്യങ്ങളും നമ്മോട് പറയുന്നത്. ഇവിടെ ലതാ ഉണ്ണികൃഷ്ണൻ്റെ ഈ കുടുംബത്തിൻ്റെ മനോഹരമായ സാക്ഷ്യത്തിന് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വലിയ കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.